കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ. BJP കൾച്ചറൽ സെൽ സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ട് ചോരിയും കള്ളക്കഥകളും കൊണ്ട് ബീഹാറിലെ BJPയുടെ വൻ വിജയത്തെ കുറച്ചു കാണിക്കാനാകില്ലെന്ന് BJP കൾച്ചറൽ സെൽ സംസ്ഥാന കൺവീനർ G. സുരേഷ് കുമാർ പറഞ്ഞു. ചടങ്ങിൽ ചലച്ചിത്ര താരം ഊർമിള ഉണ്ണി BJP അംഗത്വം സ്വീകരിച്ചു. ബീഹാറിൽ 2 സീറ്റ് പോലും കിട്ടാത്ത കോൺഗ്രസ് വോട്ട് ചോരി ഉന്നയിക്കുകയാണെന്ന് NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലും വോട്ട് ചോരി ഉന്നയിച്ച് കോൺഗ്രസിന് രക്ഷപ്പെടേണ്ടി വരും. കേരളത്തിലെ തദ്ദേശ വാർഡുകളിൽ പകുതിയിലധികം സീറ്റുകളും BJP നേടുമെന്നും AN രാധാകൃഷ്ണൻ വ്യക്തമാക്കി. BJP കൾച്ചറൽ സെൽ സംസ്ഥാന നേതൃയോഗം എറണാകുളം BTHൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ഡിസംബർ മാസത്തിൽ തന്നെ കേരളത്തിൽ പുതിയ മുദ്രാവാക്യം വരും, വോട്ട് ചോർന്നുള്ള മുദ്രാവാക്യം വരും. കാരണം 23,000 സീറ്റിൽ BJP നിർണായകമായ വിജയം നേടുക, 50% കൂടുതൽ സീറ്റ് നമ്മൾ പിടിക്കും. കാരണം കഴിഞ്ഞ 5-6 മാസമായി രാത്രിയും പകലുമില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നു. പല കോർപ്പറേഷനുകളും BJP ഭരിക്കും. ഇപ്പോൾ 15 പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 100 പഞ്ചായത്ത് ഭരിക്കും, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 2 മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഭരിക്കുന്നുണ്ട്. 30 മുനിസിപ്പാലിറ്റി വരെ ഭരണവും മുഖ്യപ്രതിപക്ഷമായിട്ട് മാറും. BJP കൾച്ചറൽ സെൽ സംസ്ഥാന കൺവീനർ G. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വോട്ട് ചോരിയും EVയും കള്ളക്കഥകളും കൊണ്ട് BJPയുടെ വൻ വിജയത്തെ മറികടക്കാനാകില്ലെന്ന് G. സുരേഷ് കുമാർ പറഞ്ഞു. ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് പ്രതീക്ഷയ്ക്കപ്പുറമുള്ള വിജയമുണ്ടായത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ബീഹാറിലെ ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്. നമ്മൾ വിചാരിച്ചിരിക്കാത്ത പോലെ ഒരു വലിയൊരു ഇലക്ഷന്റെ വിജയം ഭാരതീയ ജനതാ പാർട്ടിക്കും അതിന്റെ ഘടകകക്ഷികൾക്കും ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വിജയമായിരുന്നു. ചുമ്മാ വോട്ട് ചോരി EVMും കള്ളക്കഥകളും പറഞ്ഞ് അതിനെ മറികടക്കാൻ ശ്രമിച്ചാൽ കൂടിയും അവർ പലരും പറയുന്നുണ്ട് പ്രതിപക്ഷം. പക്ഷെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എത്രയോ കാലം കൊണ്ട് സംഘപ്രവർത്തകർ അവിടെ ഇറങ്ങി വർക്ക് ചെയ്ത് 50,000-60,000 മീറ്റിങ്ങുകൾ പല സ്ഥലത്തായിട്ട് നടത്തിക്കൊണ്ടാണ് ഇത്രയും വലിയ വിജയം ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരാഴ്ച മുമ്പ് ഗോതയിൽ ഇറങ്ങിയിട്ട് അട്ടിമറി ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ്. പല പ്രതിപക്ഷ കക്ഷികളും അവിടെ വന്ന് വർക്ക് ചെയ്തത് നമുക്കറിയാം. ഒരാഴ്ച മുമ്പാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം അവിടെ വരികയും ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ചടങ്ങിൽ ചലച്ചിത്ര താരം ഊർമിള ഉണ്ണി BJP അംഗത്വം സ്വീകരിച്ചു. AN രാധാകൃഷ്ണൻ ഊർമിള ഉണ്ണിയെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തന്റെ മനസ്സ് എപ്പോഴും BJPക്കൊപ്പമായിരുന്നെന്ന് ഊർമിള ഉണ്ണി പറഞ്ഞു. 96-ലാണെന്ന് തോന്നുന്നു ഞാൻ BJPയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അന്ന് മുതൽ അന്ന് മുരളി മനോഹർ ജോഷി സാറാണ് എനിക്ക് ഇത് സമ്മാനിച്ചത്, ഈ ഒരു മെമ്പർഷിപ്പ്. പിന്നെ അന്ന് O. രാജഗോപാൽ സാറുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഞാൻ ഒട്ടും സജീവമല്ല പാർട്ടിയിൽ, പക്ഷെ മനസ്സുകൊണ്ട് എപ്പോഴും ഞാൻ BJPക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സജീവൻ പ്രഭാഷണം നടത്തി. BJP എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജു, കൾച്ചറൽ സെൽ സംസ്ഥാന കോ കൺവീനർമാരായ സജി ആവിഷ്കാർ, യാഗ ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. ജില്ലാ കൾച്ചറൽ സെൽ കൺവീനർമാർ, കോ കൺവീനർമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മണ്ഡലം കൺവീനർമാർ, കോ കൺവീനർമാർ എന്നിവർ യോഗത്തിനെത്തി. ജനം, കൊച്ചി.